ഹലോ, ഇന്നപ്പോൾ നമ്മൾ ഒരു റൈസ് ബെഡ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാനത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു ചെയ്ത്. അപ്പോൾ നമ്മളിതൊരു ഹേർബ് നടുന്ന റൈസ് ബെഡാക്കി ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ ഞാനത് നിറച്ചിട്ടിട്ട് അതിനകത്ത് വുഡ് ചിപ്സും നമ്മുടെ വെട്ടുന്ന മരങ്ങളുടെ ചില്ലകളും ഇലകളൊക്കെ ഇട്ട് നിറച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കാതെ കിടക്കുന്നതുകൊണ്ടിട്ട് നമ്മൾ മുളച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ വുഡ് ചിപ്പിട്ട് റെസ്റ്റിലിട്ടേക്കുമായിരുന്നു. ഇനി നമ്മളിതിൽ കമ്പോസ്റ്റ് ഇടും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നല്ല ഓർഗാനിക് സോയിൽ മിക്സ് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് പെർലൈറ്റും വോം കാസ്റ്റിങ്ങൊക്കെ ഇട്ട് ഈ ബെഡ് റെഡിയാക്കിയിട്ട് നമ്മളിതിൽ ഹേർബ്സ് നടാനാണ്. നമ്മുടെ എന്താ പറയുക, പാഴ്സ്ലി, സിലാൻഡ്രോ, അങ്ങനത്തെ തൈമ, അങ്ങനെ ഒറിഗിനോ അങ്ങനത്തെ ഹേർബ്സ് നടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഈ ഹേർബ്സ് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളെല്ലാത്തിലും ഇപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുന്നതിലും കുക്ക് ചെയ്യുന്നതിലൊക്കെ ഹേർബ്സ് യൂസ് ചെയ്യും. സാലഡിൽ ഹേർബ്സ് യൂസ് ചെയ്യും. അപ്പോൾ ഹേർബ്സിന് ഇവിടെ ഭയങ്കര വിലയുമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു കുഞ്ഞ് കിച്ചൺ ഹേർബ് ഗാർഡൻ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഫോളിലാണ് ഏറ്റവും നല്ല ടെമ്പറേച്ചർ ഇവിടെ ഹേർബ്സ് ഗ്രോ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ വായിച്ചു. സോ നമ്മൾ അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നമ്മൾ എല്ലായിടത്തുനിന്നും വായിക്കുന്നതും കേൾക്കുന്നതും എപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മളൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് അതൊന്ന് ശരിയാണോ എന്ന് പ്രൂവ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതൊക്കെയാണ്, ഇപ്പോൾ ഈ സോയിൽ ഇപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുവാണ്. ഇപ്പോൾ ഇന്നലെ മഴയായിരുന്നു, അപ്പോൾ അത് കാരണം കുറച്ചൊക്കെ നനവുമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുകളിൽ ഇനിയിപ്പോൾ ഒന്ന് അമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ്. അപ്പോൾ മുകളിൽ നമ്മൾ ഒരു 6 ഇഞ്ച് നല്ല മണ്ണും കമ്പോസ്റ്റൊക്കെ ഇട്ട് റെഡിയാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് നോക്കാം ഇവിടെ ഹേർബ്സ് ഏതൊക്കെ ഹേർബ്സാണ് വളരുന്നതെന്നപ്പോൾ വെൽസേ. ആദ്യം നമുക്കപ്പോൾ നമ്മുടെ സോയിലൊന്ന് അമെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനായിട്ട് നമ്മൾ ആദ്യം കമ്പോസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. കമ്പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ സോയിലിടും. അപ്പോൾ ആദ്യം നമുക്ക് കമ്പോസ്റ്റ് ഇടാം. അതേപോലെ നമ്മളിങ്ങനെ കമ്പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാത്തേക്കൊന്ന് ആക്കിയിട്ട് നമ്മളതിൻ്റെ മുകളിൽ സോയിലിട്ട് കൊടുക്കും. സോ കമ്പോസ്റ്റ് നന്നായിട്ടൊന്ന് തിരുമ്മി കട്ടയൊക്കെ കളഞ്ഞ് നല്ല ഫ്രഷ് കമ്പോസ്റ്റാണ്. ബിക്കോസ് നമുക്കതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ അറിയാം ഇറ്റ്സ് ഫുൾ ഓഫ് ന്യൂട്രിയൻസ്. പിന്നെ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതൊക്കെ ഹേർബാണ് നമ്മുടെ ഇവിടെ പിടിക്കുന്നതെന്ന് നമ്മൾ ചെയ്ത് മനസ്സിലാക്കുന്നതായിരിക്കും. ഓക്കെ, സോ വെൻ യു സീ ഇറ്റ് യു ക്യാൻ ഓൾസോ ലേൺ വിത്ത് മീ. സോ അതിന് ശേഷം നമുക്കിനി സോയിലിട്ട് കൊടുക്കാം. കമ്പോസ്റ്റ് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ബാഗ് സോയിലിട്ട് കൊടുക്കും. ഇങ്ങനെ നല്ല സോയിൽ ആണത്. അത് നന്നായിട്ട് കമ്പോസ്റ്റുമായിട്ട് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് ലെവൽ ചെയ്യും. അതിൻ്റെ മുകളിൽ നമ്മൾ പെർലൈറ്റ് വോം കാസ്റ്റിങ് ഇടും. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നല്ല നേരത്തെ ഭയങ്കര ഹാർഡായിട്ട് കിടക്കുന്ന വുഡ് ചിപ്പൊക്കെ ആയിരുന്നു ഞാൻ ഇട്ടേച്ചത്, ഇലകളും. ഇതിപ്പോൾ ഇങ്ങനെ നല്ല സോഫ്റ്റ് സോയിലാകുമ്പോൾ ഇതിനകത്ത് നടാനായിട്ട് എളുപ്പമാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം
സോഫ്റ്റ് ആകുമ്പോഴത്തേക്കും സീഡൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് അതിൻ്റെ റൂട്ട് പിടിച്ച് വരും. ആകെ നമുക്കിവിടെ പ്രോബ്ലം ഉള്ളത് ടെമ്പറേച്ചറിൻ്റെ കാര്യമാണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇന്നലെ തന്നെ മഴ പെയ്തു, ഹെയിലുണ്ടായിരുന്നു. ഇപ്പോൾ സോ യുനവനോ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ബെഡ് നല്ല സോഫ്റ്റ് ഗുഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പെർലൈറ്റും വോം കാസ്റ്റിങ്ങും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അതിൽ നമുക്ക് കുറച്ച് വോം കാസ്റ്റിംഗ് ഇടാം. വോം കാസ്റ്റിംഗ് ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ ബെഡായത് കാരണം നമുക്ക് അധികം വേണ്ട. ബട്ട് സ്റ്റിൽ നന്നായിട്ട് വോം കാസ്റ്റിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ബിക്കോസ് അത് നമ്മുടെ സോയിലിൻ്റെ ഹെൽത്ത് കിട്ടുന്നത്. വി നീഡ് ഹെൽത്തി സോയിൽ. Healthy soil is the ground for healthy plants. കാസ്റ്റിംഗ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പെർലൈറ്റ്, നമ്മുടെ ഓർഗാനിക് സോയിലിൽ പെർലൈറ്റ് ഉണ്ട്, എന്നാലും കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് സോയിലാണെങ്കിൽ നാച്ചുറലായിട്ട് ഇതിന് സോയിൽ ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ റേസ് ബെഡ് ആകുമ്പോഴത്തേക്കും നമ്മളത് സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് നന്നാക്കാം. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോയിൽ. സോഫ്റ്റായിട്ടുള്ള സോയിലാണ്. നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് നമ്മൾ റേസ് ബെഡ് ഫില്ല് ചെയ്ത് ഇനി അടുത്തത് നമ്മൾ ഇതിന് ഗ്രൂവ്സ് ഉണ്ടാക്കും. ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്തില്ലേ, ഇതേപോലെ പച്ച ഗാർഡൻ ത്രെഡ് ഇട്ട് നമ്മൾ കോളംസും റോസും ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റമും സെറ്റ് ചെയ്ത് നമ്മുടെ ബെഡ് റെഡിയാക്കും. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഇതേപോലത്തെ ഗാർഡൻ നെയിലെടുത്തിട്ട് കയറിങ്ങനെ കെട്ടിയിട്ട് പിന്ന് ചെയ്തു. അപ്പോൾ അങ്ങനെ എല്ലാം പിന്ന് ചെയ്ത് റെഡിയാക്കി. അപ്പോൾ ഇങ്ങനെ നമുക്ക് 1 2 3 4 5 6 8 സ്പേസ് കിട്ടി. ഇറ്റ്സ് കൈൻഡ് ഓഫ് നല്ല വൈഡാണ്. സോയിലൊക്കെ നനച്ച് ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ബെഡ്. ഇനി നമുക്കിതിന് ഡ്രെയിനേജ് സിസ്റ്റം കൂടെ വെള്ളത്തിൻ്റെ, ഇപ്പോൾ ഫോളിൽ നമുക്ക് വെള്ളം അങ്ങനെ ആവശ്യമില്ല, മഴയുണ്ടാവും മിക്ക ദിവസം തന്നെ. പക്ഷേ എന്നാലും നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയാണല്ലോ. ഫ്യൂച്ചറിൽ നമ്മുടെ സ്ട്രക്ചറൊക്കെ നമ്മൾ ഈ 2024 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഇയർ നമുക്ക് പ്ലാന്റിങ്ങിൽ ഫോക്കസ് ചെയ്യും. സോ നമുക്ക് ഇപ്പോൾ വെള്ളത്തിൻ്റെ ഇതും കൂടെ ചെയ്യും. അങ്ങനെ നമ്മുടെ ഹെർബ് നടാനുള്ള റേസ് ബെഡ് റെഡിയായി. നമ്മളിന്ന് ഇതിൽ സോയിൽ കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇങ്ങനെ കോളംസ് ആക്കി. പിന്നെ നമ്മൾ ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ റെഡിയാക്കി. ഇനി നമുക്ക് ഇതിനകത്ത് ഹെർബ്സ് നടണം. നമ്മുടെ ഇവിടുത്തെ ഫോളിന് പറ്റിയ ഹെർബ്സ് നമുക്ക്. സോ സീ യു നെക്സ്റ്റ് വീഡിയോ.